ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഇറാന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായുള്ള വിവരം കൂടി വരുന്നു. അതായത് ഇറാനെ സംബന്ധിച്ച് പ്രതിരോധ മന്ത്രി ഈ സമയത്ത് മുന്നിട്ട് നിൽക്കേണ്ടത്, സൈനിക വിന്യാസങ്ങൾക്കൊക്കെ നേതൃത്വം നൽകേണ്ട വ്യക്തിയാണ് പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടു ഈ സംയുക്ത ആക്രമണത്തിൽ എന്നുള്ള വിവരം കൂടി വരികയാണ്. അഞ്ജന, അതായത് ഇന്നോ നാളെയോ ചർച്ചകളിലേക്ക് പോലും കടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ ട്രംപിന്റെ സ്പീച്ചിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ഈ റെജീം ചേഞ്ചിന് വേണ്ടിയുള്ള ഒരു ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ ആകുമ്പോൾ ഇന്ന് നടന്നിട്ടുള്ള എയർ സ്ട്രൈക്കുകളിലും അറ്റാക്കിന്റെയും ഒരു പാറ്റേൺ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് ടോപ്പ് ലീഡർഷിപ്പിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. സുപ്രീം ലീഡർ അയത്തുള്ള ഖൊമേനി അടക്കമുള്ള ഇപ്പൊ ഇതുപോലെ ഇതൊരു അൺകൺഫേംഡ് റിപ്പോർട്ടാണ്. എനിക്ക് അറിഞ്ഞൂടെ വെദർ ദർ ഇസ് ആൻ ഒഫീഷ്യൽ കൺഫർമേഷൻ ഏതൊക്കെ ഉയർന്ന ലീഡർഷിപ്പ് പൊസിഷനുള്ള ഇറാനിയൻ റെജീമിലുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്ക്, അതിൽ ആരൊക്കെ കൊല്ലപ്പെട്ടു എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഒരു കാര്യം നാം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എൻ്റെ കൊളീഗ് ഇവിടെ മെൻഷൻ ചെയ്യുകയുണ്ടായി. സോ ഐ വോണ്ട് ടു ആഡ് ദാറ്റ് പോയിന്റ്. ട്രംപിന്റെ സ്പീച്ചിൽ ഇന്ന് ട്രംപ് ഇറാനിയൻ ജനതയോട് ഇതാണ് നിങ്ങളുടെ ചാൻസ്, യു ഹാവ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പിടിച്ചടക്കുക എന്നൊക്കെ ഈ യുദ്ധം പറയുമ്പോഴും ഇപ്പം ഇന്ന് വരെ ഇറാനിൽ നിന്ന് വരുന്ന ഒരു റിപ്പോർട്ടിലോ അതോ ഞാൻ സംസാരിച്ച വ്യക്തികളിൽ നിന്നോ മനസ്സിലായത് ഇതുവരെ ഒരു പബ്ലിക് അപ്രൈസിങ് ഇതുവരെ ഇറാനിൽ ഉണ്ടായിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയില്ല യുദ്ധം നീണ്ടുപോകുമ്പോൾ. പക്ഷേ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റുകൾ മുഴുവൻ ഇറാനിൽ നടന്നിരുന്ന സമയത്ത് there was a clear sign that ഒരു വിഭാഗം ജനത തീർച്ചയായും ഈ റെജീം ചേഞ്ചിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു യുദ്ധം തുടർന്ന് കൊണ്ടുപോകുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ പ്രൊട്ടസ്റ്റിന്റെ മുന്നിൽ നിന്നുള്ള പല ആളുകളെയും വളരെ ക്രൂരമായി തന്നെ ഈ ഇറാനിയൻ റെജീം വധിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാം. നമുക്ക് എക്സാക്ട് നമ്പേഴ്സ് അറിയില്ലെങ്കിൽ പോലും there was a brutal crackdown of the protest. അപ്പം അതുകൊണ്ട് ജനം ഈ ട്രംപിന്റെ സ്പീച്ചിന് പ്രതികരിക്കുമോ, അതുപോലെ റസാ പെഹ്ലാവി ആളുകളെ പിന്നെ വീണ്ടും പ്രചോദനം കൊടുത്ത് സ്ട്രീറ്റിൽ ഇറക്കുമോ എന്നുള്ളതാണ് നമുക്കറിയാത്തൊരു കാര്യം. എങ്ങനെ വന്നാലും പുറത്തു നിന്നുള്ള ഒരു ത്രെറ്റ് റെജീമിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ദർ ഈസ് എ ജനറൽ ടെൻഡൻസി അവിടെയുള്ള ജനതയ്ക്ക് ഈവൻ ഇറാനിയൻ റെജീമിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ പല പോളിസികൾക്കും എതിരെ നിൽക്കുന്ന സാധാരണ ജനങ്ങൾ പോലും പുറമേ നിന്നുള്ള ഒരു ത്രെറ്റ് വരുമ്പോൾ ഒരു നാഷണൽ യൂണിറ്റിയുടെ പുറത്ത് ഒന്ന് ചേർന്ന് അല്ലെങ്കിൽ ഒരു യൂണിറ്റി പ്രകടിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇറാനിയൻ റെജീമിൻ്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ 3 ആഴ്ചകളിൽ ഇറാന് ഇപ്രാവശ്യം വളരെയധികം പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സസ്റ്റെയിൻഡ് മിലിറ്ററി ക്യാമ്പയിൻ പ്രിപ്പറേഷൻ നടത്താനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ വരെ നേവൽ എക്സസൈസ് നടത്തിക്കൊണ്ട് താങ്കൾക്ക് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഈ ഒരു ഓയിൽ ട്രേഡ് ചോക്ക് പോയിന്റ് അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഇറാൻ സ്ഥാപിച്ചിട്ടുള്ളതാണ്. സോ ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു സ്പിൽ ഓവർ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല ഒരു ഗ്ലോബൽ ഓയിൽ അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡിനെ മുഴുവനും ബാധിക്കുന്ന ഒന്നാണ്. ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് ഇറ്റ്സ് എ ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ് എന്നാണ് ഞാൻ പറയുക. കാരണം താങ്കൾ ഇപ്പോൾ പറയുകയുണ്ടായി ഇറാൻ ഈ അമേരിക്കൻ ബേസുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇതിനെ ഇറാൻ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്തതുകൊണ്ട് ഇനി ഹൗ ക്യാൻ US എൻഷുർ സേഫ്റ്റി? പക്ഷേ വലിയൊരു ചോദ്യം നിലനിൽക്കുന്നത് ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇറാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ നോർമലൈസ് ചെയ്യുകയും കൂടുതൽ അടുത്തൊരു ബന്ധം സ്ഥാപിക്കാനും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഒരു സമാധാനത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചേഞ്ച് ഓഫ് പോളിസിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതേ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഖത്തർ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും UAE ആണെങ്കിലും സൗദി ആണെങ്കിലും എല്ലാം ഇങ്ങനെ ഒരു ഇസ്രയേലിൻ്റെയോ അമേരിക്കയുടെയോ ഒരു ഡയറക്റ്റ് അറ്റാക്ക് ഇറാന് നേരെ നടക്കുമ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് പ്രഷർ അവരുടെ മേത്ത് ചെലുത്താൻ കഴിയുന്ന രാജ്യങ്ങളായിരുന്നു ഈ ഗൾഫ് രാജ്യങ്ങൾ. ഇപ്പോൾ ഒമാൻ തന്നെയാണ് മീഡിയേഷൻ വഹിച്ചത്. അതുപോലെ സൗദി അറേബ്യ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും എല്ലാം ഒരു മീഡിയേഷനുള്ള റോളിന് സാധ്യതയുള്ള ഗൾഫ് രാജ്യങ്ങളാണ്. ഇപ്പോൾ ഇറാൻ ഈ അമേരിക്കൻ ബേസുകളെയാണ് അറ്റാക്ക് ചെയ്തത് ഉണ്ട് എങ്കിലും ഇറ്റ് ഈസ് എ സോവറിൻ ഇറ്റ്സ് എ വയലേഷൻ ഓർ അറ്റാക്ക് ഓൺ ദ സോവറിൻ ടെറിട്ടറി ഓഫ് ഗൾഫ് സ്റ്റേറ്റ്സ്.
അപ്പോൾ ആ നിലയ്ക്ക് ആ ഒരു ഓപ്ഷനാണ് ഇറാൻ ഇല്ലാതാക്കിയത്. സോ ഇറാൻ ഓൾസോ ഇറ്റ്സ് എ ഡബിൾ എഡ്ജ് സ്വാർഡ്. അമേരിക്കൻ ബേസുകളെ അറ്റാക്ക് ചെയ്യുന്നതോട് കൂടി എന്തെല്ലാം ഡിപ്ലോമാറ്റിക് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് പ്രഷർ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് ചെലുത്താമോ, ഇനി അവരത് ചെലുത്തില്ല. ബിക്കോസ് ദേ കെയിം ഡയറക്ട്ലി അണ്ടർ ഫയർ ഫ്രം ഇറാൻ.